Hello everyone, I am Amal and welcome to Decode Trade. ഇന്ന് മുതൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ A to Z സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്താണ് മ്യൂച്വൽ ഫണ്ട്, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്, മ്യൂച്വൽ ഫണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് ഒരു കഥ പോലെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ കുറച്ച് സാധാരണക്കാരുണ്ട്, അവരെ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. അവർക്ക് അവരുടെ പൈസയെ നല്ലൊരു അസറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അവർക്ക് ആ ഒരു പൈസ FDയിലോ RDയിലോ ഇടുന്നതിനേക്കാൾ ബെറ്റർ റിട്ടേൺസും കിട്ടണം. അതുപോലെ ഇൻഫ്ലേഷൻ പണപ്പെരുപ്പത്തെ ബീറ്റ് ചെയ്യാനും പറ്റണം. അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ സ്റ്റോക്സ് അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം അവർക്ക് ലഭിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കെ ഇൻവെസ്റ്റേഴ്സിന്റെ ആവശ്യങ്ങളെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് ഒരു കമ്പനി ഫോം ചെയ്യാണ്. ആ ഒരു കമ്പനീൻ്റെ പേരാണ് മ്യൂച്വൽ ഫണ്ട്. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി ഇൻവെസ്റ്റേഴ്സിനോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് തന്നോ, ഞങ്ങളുടെ പക്കൽ നല്ലൊരു ബുദ്ധിമാനായിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പേരാണ് ഫണ്ട് മാനേജർ. അദ്ദേഹത്തിന് മാർക്കറ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്, കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള അസറ്റ്സിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്നും കിട്ടുന്ന റിട്ടേണിൽ നിന്നും കമ്പനിയുടെ ചാർജ് എടുത്ത് ബാക്കി എമൗണ്ട് ഇൻവെസ്റ്റേഴ്സിന് നൽകാമെന്ന് ഈ ഒരു കമ്പനി പറയാണ്. അതാണ് മ്യൂച്വൽ ഫണ്ട്. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇത് വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഇതാണ് മ്യൂച്വൽ ഫണ്ട് ഹൗസ്. ഈ ഒരു കമ്പനിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നത്. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനീൻ്റെ ഓണറിനെ പറയുന്ന പേരാണ് സ്പോൺസർ. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനീനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റേഴ്സാണ് സെബിയും ആംഫിയും, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ. ഇനി ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഹൗസ് അല്ലെങ്കിൽ ട്രസ്റ്റ് നമ്മുടെ പൈസേനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനീനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അപ്പോയിൻറ്റ് ചെയ്ത കമ്പനിയാണ് AMC എന്ന് പറയുന്നത്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയറാണ് ഫണ്ട് മാനേജർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി. ഇദ്ദേഹം ഡിഫറെൻറ്റ് അസറ്റ്സ് ആയ സ്റ്റോക്സ്, ബോൺസ്, ഗോൾഡിലോട്ടൊക്കെ കൃത്യമായിട്ട് കൃത്യസമയത്ത് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ അസറ്റ്സിലോട്ടെല്ലാം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം സെബി AMCനോട് പറയാണ്, നിങ്ങൾ അസറ്റ്സിലോട്ടെല്ലാം ഇൻവെസ്റ്റ് ചെയ്തോ, പക്ഷേ നിങ്ങൾ അസറ്റ്സ് ഹോൾഡ് ചെയ്യേണ്ട. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്രോഡ് ആക്ടിവിറ്റി ചെയ്താലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടി അസറ്റ്സ് സെല്ല് ചെയ്താലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും തന്നെ ബന്ധമില്ലാത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ അസറ്റ്സ് ഹോൾഡ് ചെയ്താൽ മതി എന്ന് സെബി പറയാണ്. ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കസ്റ്റോഡിയൻ. നോർമലി കസ്റ്റോഡിയൻസ് വരുന്നത് ബാങ്കുകളാണ്. HDFC, ICICI, SBI അങ്ങനത്തെ ബാങ്കുകളാണ് നോർമലി കസ്റ്റോഡിയൻസ് ആയിട്ട് വരുന്നത്. ഇതുവരെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയുള്ളത് ട്രസ്റ്റും RTAയും. ട്രസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു മ്യൂച്വൽ ഫണ്ട് നല്ല രീതിയിലാണ് റണ്ണ് ചെയ്യുന്നത്. യാതൊരു രീതിയിലുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നില്ല. എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ സെബിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് ട്രസ്റ്റിയാണ്. ഇനി RTA, രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ്, ഇവരാണ് റെക്കോർഡ് സൂക്ഷിപ്പുകാർ. അതായത് പുതിയ മ്യൂച്വൽ ഫണ്ട്സിലോട്ട് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ കൂടുതൽ യൂണിറ്റ്സ് വാങ്ങിയിട്ടുണ്ടോ, ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട്സ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ റെക്കോർഡ്സ് എല്ലാം തന്നെ കീപ്പ് ചെയ്യുന്നത് RTA ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊരു ബുക്കിൽ എഴുതുക, എന്നാലാണ് നമ്മുടെ മെമ്മറിയിൽ അത് നിൽക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. ആദ്യം തന്നെ വരുന്നത് യൂണിറ്റ്സ്. യൂണിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റ്സ് ആണ് നമ്മൾ വാങ്ങുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതൊരു മ്യൂച്വൽ ഫണ്ട് അത് കരുതുക. ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പേരാണ് ഫണ്ട് A. ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കുറേ അധികം നല്ല കമ്പനികളുടെ സ്റ്റോക്സ് എല്ലാം ഹോൾഡ് ചെയ്യുന്നത്, ലൈക്ക് HDFC, ICICI, DMart, റിലയൻസ്, വിപ്രോ, TCS. അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ 4 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഫിക്സ്ഡ് യൂണിറ്റ്സ് ആണ് കരുതുക. അതായത് മാക്സിമം 4 യൂണിറ്റ്സ് മാത്രമേ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സെല്ല് ചെയ്യണുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരു യൂണിറ്റ് ഞാൻ വാങ്ങാണ്, അതായത് ഈ ഒരു യൂണിറ്റ് ഞാൻ പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ എന്താ, ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഈ ഒരു പോർഷൻ ഞാൻ ഹോൾഡ് ചെയ്യുക. മറിച്ച് ഞാൻ 2 യൂണിറ്റാണ് വാങ്ങുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിലോ 1, 2 ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഹാഫ് ഓഫ് ദ പോർഷൻ ഞാനാണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം മ്യൂച്വൽ ഫണ്ട്സിന്റെ യൂണിറ്റ്സ് നമ്മൾ വാങ്ങുന്നതിലൂടെ ആ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പോർഷനാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഇത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. മ്യൂച്വൽ ഫണ്ട്സ് കുറേ യൂണിറ്റ്സ് സെല്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിക്സ്ഡ് യൂണിറ്റ്സ് ഉള്ള മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അതുപോലെ യൂണിറ്റ്സ് കൂടുന്നതും കുറയുന്നതുമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സും അവൈലബിൾ ആണ്. അതെല്ലാം തന്നെ നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അത് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തതായിട്ട് നമുക്ക് യൂണിറ്റ് ഹോൾഡേഴ്സ് എന്താണെന്ന് നോക്കാം. യൂണിറ്റ് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ആ ഒരു മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് ഹോൾഡർ.
നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനീൻ്റെ ഷെയർ വാങ്ങി ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? ഷെയർ ഹോൾഡേഴ്സ് എന്ന്, അല്ലേ? അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സിനും. ഇവിടെ മ്യൂച്വൽ ഫണ്ട്സിന്റെ യൂണിറ്റ് ഹോൾഡ് ചെയ്യുന്നവരെ യൂണിറ്റ് ഹോൾഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അടുത്തതായിട്ട് NAV എന്താണെന്ന് നോക്കാം. നെറ്റ് അസറ്റ് വാല്യൂ. നെറ്റ് അസറ്റ് വാല്യൂ എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു യൂണിറ്റിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രൈസിന് പറയുന്ന പേരാണ് നെറ്റ് അസറ്റ് വാല്യൂ. അതായത് ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മ്യൂച്വൽ ഫണ്ട് 4 യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ NAV 10 രൂപയെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഓരോ യൂണിറ്റിനും ഇവിടെ 10 രൂപ വെച്ച് കൊടുക്കണം. അതായത് 2 യൂണിറ്റാണ് ഞാൻ വാങ്ങുന്നതെങ്കിൽ 20 രൂപ ഞാൻ ഇവിടെ കൊടുക്കണം. അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിൽ NAV ഡെയിലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന സമയത്ത് NAV കൂടും, മാർക്കറ്റ് താഴോട്ട് പോകുന്ന സമയത്ത് NAV കുറയും. NAV കൂടുന്ന സമയത്താണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക, NAV കുറയുന്ന സമയത്ത് നമുക്ക് ലോസ് ആയിരിക്കും. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പെൻസ് റേഷ്യോ എന്താണെന്നുള്ളതാണ്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന ഒരു ചാർജാണ്, ഒരു മെയിൻ്റെനൻസ് ചാർജ്. ഇതെന്തിനാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് എന്ന് വെച്ചാൽ RTA, കസ്റ്റോഡിയൻ, ഫണ്ട് മാനേജർ ഇവർക്ക് എല്ലാവർക്കും സാലറി കൊടുക്കണം. AMCക്ക് പൈസ മാനേജ് ചെയ്യണതിന് പൈസ കൊടുക്കണം. ഇതിനെല്ലാം തന്നെയാണ് ഈ ഒരു ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. ഈ ഒരു എക്സ്പെൻസ് റേഷ്യോ നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കല്ല, ഡെയിലി NAVയിൽ നിന്ന് ആ ഒരു പെർസെൻറ്റേജ് കുറയും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എക്സ്പെൻസ് റേഷ്യോ 1 ഇയറിൽ 1% ആണെന്ന് കരുതുക. അപ്പോൾ ആ 1% ഡിവൈഡഡ് ബൈ 365 ചെയ്യുക. അവിടെ 0.00273% അപ്രോക്സിമേറ്റ് നമുക്ക് കിട്ടും, അല്ലേ? ആ ഒരു പെർസെൻറ്റേജ് ഡെയിലി NAVയിൽ നിന്ന് കുറയും. അങ്ങനെ ആ ഒരു എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിട്ടുള്ള ഒരു NAV ആണ് നമ്മൾ ഡെയിലി കാണുന്നത്. ഇത് ക്ലിയർ ആയി എന്ന് കരുതുന്നത്. അടുത്തത് വരുന്നത് AUM, അസറ്റ് അണ്ടർ മാനേജ്മെന്റ്. അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ഒരു മ്യൂച്വൽ ഫണ്ട് എത്രത്തോളം പൈസ വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് എന്ന്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് 5000 കോടി അല്ലെങ്കിൽ 10000 കോടി വെച്ചിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ആ ഒരു 10000 crore എന്ന എമൗണ്ട് ആണ് AUM ആയിട്ട് പറയുന്നത്. അടുത്തത് നമുക്ക് SIP എന്താണെന്ന് നോക്കാം. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് വെച്ചാൽ റെഗുലർ ഇന്റർവെൽസ് ആയി ഒരു ഫിക്സ്ഡ് എമൗണ്ട് അസറ്റ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് SIP എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാ മാസം 2-ാം തീയതി ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട് ഒരു 100 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് SIP മെത്തേഡ് ചൂസ് ചെയ്യാം. അതാവുമ്പോൾ എല്ലാ മാസവും 2-ാം തീയതി 100 രൂപ വെച്ച് ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ നിന്ന് ഏത് മ്യൂച്വൽ ഫണ്ടാണോ നമ്മൾ സെലക്ട് ചെയ്തത് ആ ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ആവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് എക്സിറ്റ് ലോഡ്. എക്സിറ്റ് ലോഡ് എന്താണെന്ന് വെച്ചാൽ ചില മ്യൂച്വൽ ഫണ്ട്സ് സ്പെസിഫിക് പീരീഡ് വരെ ഹോൾഡ് ചെയ്യണം. അങ്ങനെ ആ ഒരു സ്പെസിഫിക് പീരീഡിന് മുൻപ് നമ്മൾ സെല്ല് ചെയ്താൽ നമ്മൾ ചെറിയൊരു ഫൈൻ കൊടുക്കേണ്ടതായി വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. മെജോറിറ്റി ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സും മിനിമം 1 ഇയർ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ആ 1 ഇയറിന് മുൻപ് നമ്മൾ സെല്ല് ചെയ്താൽ 1% എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ എത്ര പൈസയുടെ യൂണിറ്റ്സ് ആണോ വിൽക്കുന്നത് ആ ഒരു എമൗണ്ടിന്റെ 1%. ഇനി ഈ ഒരു എക്സിറ്റ് ലോഡിൽ വരുന്ന ആ ഒരു എമൗണ്ട് NAVയിലോട്ടാണ് ആഡ് ആകുന്നത്. അങ്ങനെ NAV കൂടും. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊരു നോട്ടിൽ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു ഹോംവർക്ക് ഞാൻ തരാം. അതായത് വേറെ ഒന്നല്ല, നിങ്ങൾ കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു മ്യൂച്വൽ ഫണ്ട്സിന്റെ NAV, എക്സ്പെൻസ് റേഷ്യോ, AUM, മിനിമം SIP എമൗണ്ട്, എക്സിറ്റ് ലോഡ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുക. ഇത് ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാലും നമ്മൾ ഓരോ ദിവസം പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. എന്നാലാണ് അത് നമ്മുടെ ബ്രെയിനിൽ നിൽക്കുള്ളൂ. അതുപോലെ നമുക്ക് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രേഡിങ്ങും ഇൻവെസ്റ്റിങ്ങും പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ട്രേഡ് സ്മാർട്ട് ആൻഡ് കീപ് ലേണിംഗ്.